നമസ്കാരം. മുൻ മന്ത്രിയും IMNL നേതാവും കോഴിക്കോട് സൗത്ത് MLAയുമായ അഹമ്മദ് ദേവർകോവിലിന് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം വിവാദത്തിൽ. നേരത്തെ അഹമ്മദ് ദേവർകോവിലിന് PFIയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് INLന്റെ യുവജന സംഘടനയായ നാഷണൽ യൂത്ത് ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷമീർ പയ്യനങ്ങാടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരുന്നു. അഹമ്മദ് ദേവർകോവിലിനും പാർട്ടിയിലെ മറ്റ് ചില നേതാക്കൾക്കും നിരോധിത സംഘടനകളുമായി സാമ്പത്തിക ഇടപാടുകളും മറ്റും ഉണ്ടെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ഉദ്ഘാടനം BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അഹമ്മദ് ദേവർകോവിലിന്റെ സംരക്ഷകനെന്ന് VK സജീവൻ ചൂണ്ടിക്കാട്ടി. പാർട്ടിക്കുള്ളിൽ നിന്നും അഹമ്മദ് ദേവർകോവിലിനെതിരെ പരാതി ഉയർന്നു കഴിഞ്ഞു. മന്ത്രിക്ക് PFI പോലുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നുള്ളത് ഗൗരവതരമായ ആരോപണമാണ്. ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലായിട്ടാണ് MLA പ്രവർത്തിക്കുന്നത്. നവകേരള യാത്രയിലടക്കം MLAക്കെതിരെ പരാതി ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ SDPI പോലുള്ള സംഘടനകൾക്ക് വേണ്ടി MLA ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ മൗന അനുവാദമുണ്ടെന്നും VK സജീവൻ പറഞ്ഞു. നേരത്തെ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും അഹമ്മദ് ദേവർകോവിലിന് നിരോധിത സംഘടനയായ PFIയുടെ ഭാഗമായ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ജീവകാരുണ്യ വിഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു NGO ആണ് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. 2008 മാർച്ച് 17-നാണ് ഈ സംഘടന സ്ഥാപിതമായത്. ഗ്രാമീണ ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഉത്തരേന്ത്യയിലെയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പ്രത്യേകിച്ച് അസം, ബീഹാർ, ബംഗാൾ ഗ്രാമങ്ങൾ ദത്തെടുത്ത് വീടുകൾ നിർമ്മിക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുക എന്നിവയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ. എഡ്യൂക്കേഷൻ ഓൺ വീൽസ് പോലുള്ള പദ്ധതികളും ഇവർ നടത്തിയിരുന്നു. PFIയുടെ സ്ഥാപക ചെയർമാനായ അബൂബക്കർ തന്നെയായിരുന്നു റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനെയും ചെയർമാൻ. PFIയുടെ ഫണ്ട് സമാഹരണത്തിനുള്ള പ്രധാന മാർഗമായി ഈ സംഘടനയെ ഉപയോഗിച്ചിരുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം PFIയോടൊപ്പം റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനെയും 5 വർഷത്തേക്ക് നിരോധിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതായിരുന്നു നിരോധനത്തിന് കാരണമായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചൂണ്ടിക്കാട്ടിയത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഫണ്ട് സമാഹരിച്ചതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സംഘടനയുടെ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 58 കോടി രൂപയോളം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ED കണ്ടെത്തിയിരുന്നു. ഈ സംഘടനയുമായി അഹമ്മദ് ദേവർകോവിലിന് ബന്ധമുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ അഹമ്മദ് ദേവർകോവിൽ നിഷേധിച്ചിട്ടുണ്ട്. മുമ്പ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളും അഹമ്മദ് ദേവർകോവിലിനെതിരെ ഉയർന്നിരുന്നു. വടകര മുട്ടുങ്ങൽ സ്വദേശിയായ AK യൂസഫാണ് ഈ പരാതി നൽകിയത്. റെയിൽവേക്ക് ആവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി 50 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചു എന്നതായിരുന്നു ആരോപണം. പലിശയും മറ്റ് നഷ്ടപരിഹാരവും ഉൾപ്പെടെ ഏകദേശം 63 ലക്ഷം രൂപ നൽകാനുണ്ടെന്നായിരുന്നു പരാതിക്കാരൻ അവകാശപ്പെടുന്നത്. ഈ കേസിൽ അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള 3 പ്രതികൾക്ക് 2019 കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അപ്പീൽ പരിഗണിച്ച കോടതി തടവ് ശിക്ഷ ഒഴിവാക്കുകയും പരാതിക്കാരൻ 63 ലക്ഷം രൂപ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. തുക തിരികെ ലഭിക്കാനായി പരാതിക്കാരൻ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റൂറൽ SPയോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണം അഹമ്മദ് ദേവർകോവിൽ നിഷേധിക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക ഇടപാടിൽ തനിക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തമില്ലെന്നും താൻ ആ കമ്പനിയുടെ ഡയറക്ടർ മാത്രമായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. 2.5 വർഷത്തോളം മന്ത്രിയായിരുന്ന സമയത്ത് അഹമ്മദ് ദേവർകോവിൽ അധികാരം ഉപയോഗിച്ച് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നും ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഷമീർ പയ്യനങ്ങാടി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. PSC മെമ്പറാകാൻ സമദ് മാസ്റ്റർ എന്ന വ്യക്തിയിൽ നിന്ന് 40 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ വലിയ രീതിയിൽ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇതോടെയാണ് തനിക്ക് രാജിവെച്ച് പുറത്തു വരേണ്ടി വന്നത് എന്നും പരാതിയിൽ പറയുന്നു.